ഒന്ന്, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെ അധികാരത്തിലേറാമെന്ന് കരുതി ആരംഭിച്ച പാർട്ടിയല്ല. അതാദ്യം മനസ്സിലാക്കണം. ആയിരുന്നു പണ്ട്. അധികാരം കൊയ്യണം ആദ്യം നാം, അതിനുമേലാവട്ട പൊന്നാര്യൻ എന്ന് ഇടശ്ശേരി ഗോവിന്ദാർ പാടിയിട്ടുണ്ട്. അതെന്താ അങ്ങനെ പാടാൻ കാരണം? തൊഴിലാളി വർഗം അധികാരം പിടിക്കണം വിപ്ലവത്തിലൂടെ, എങ്കിൽ മാത്രമേ കോർപ്പറേറ്റ് ചൂഷണം അല്ലെങ്കിൽ മുതലാളിത്ത ചൂഷണം അതിനെ തടയാനാവൂ. ഞങ്ങൾ 1920 ഇന്ത്യയിൽ ആരംഭിച്ചു. ആദ്യം ഉടനെ ഞങ്ങളെ പഞ്ചായത്തിലേക്ക് നിൽക്കുകയാണോ ഇത്? പെഷവാർ ഗൂഢാലോചന കേസ്, കോൺപൂർ ഗൂഢാലോചന കേസ്, കോയമ്പത്തൂർ ഗൂഢാലോചന കേസ്, ബോംബെ ഗൂഢാലോചന കേസ്, കൽക്കത്ത ഗൂഢാലോചന കേസ്, ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലും ഞങ്ങൾക്കെതിരായി ഗൂഢാലോചന കേസ് എടുത്തു. അപ്പോൾ ഞങ്ങൾ ആലോചിച്ച് ഉടനെ മത്സരിച്ചേക്കാവുന്നതാണോ? ജയിലിലായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മഠത്തിലപ്പു, ചിരികണ്ഠൻ 4 കമ്മ്യൂണിസ്റ്റ് സഖാക്കളാണ്. കുഞ്ഞമ്പു നായർ അറിയാമോ, കേട്ടിട്ടുണ്ടോ? അബൂബക്കർ 4 പേര് കയ്യൂരിൽ രക്തസാക്ഷികളായി 1940കളിൽ. അവരെല്ലാം പഞ്ചായത്ത് മെമ്പർമാരായിട്ടാണോ? വനവാസം. നിങ്ങൾ ആരെയാ വനവാസം പഠിപ്പിക്കുന്നത്? രാമസ്വാമയ്യരുടെ കാലത്ത് ഈ തിരുവിതാംകൂർ എന്ന് പറയുന്ന സ്വതന്ത്രമായി അമേരിക്കൻ മോഡൽ വേണമെന്ന് പറഞ്ഞപ്പം അറബിക്കടലെന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് പുന്നപ്പുറവേല രക്തസാക്ഷികൾ, അത് വനവാസത്തിന് പോയതാ. VD സതീശൻ വനവാസം പഠിപ്പിക്കുന്നു. അധികാരം ഇല്ലാത്തപ്പം ഈ വെള്ളത്തിൽ നിന്ന് കരയ്ക്ക് മീനെ പിടിച്ചിട്ട് പിടയ്ക്കണ പോലെ മുസ്ലിം ലീഗും കോൺഗ്രസും പിടയ്ക്കണ പോലെ പിടയ്ക്കണ ഒരു പാർട്ടിയുടെ പേരല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഒരു അധികാരമാണോ ഞങ്ങളെ വലുതാക്കിയത്? അധികാരം ഉള്ളതുകൊണ്ടാണോ ഇന്ത്യ രാജ്യത്ത് പലയിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുന്നത്? അധികാരം ഉള്ളപ്പോൾ അധികാരം ഉപയോഗിക്കും. ഇപ്പോഴും അങ്ങനെയല്ല. നിങ്ങൾ മനസ്സിലാക്കിയോ? ഞങ്ങളെ ആദ്യം മനസ്സിലാക്കി. ഇല്ലേ, നിങ്ങളൊരു കാര്യം ചെയ്യുക. നിങ്ങൾ ആ ബംഗാളിൽ ചെന്നിട്ട് ഇപ്പോൾ ലോങ് മാർച്ച് നടക്കുന്നുണ്ട്. ബംഗാളിനെ രക്ഷിക്കുക. 1000 കിലോമീറ്ററാണ് നടക്കുന്നത്. ഒന്ന് നോക്ക്. നിങ്ങളുടെ രാഹുൽ ഗാന്ധിയുടെ നടപ്പ് പോലല്ല, മനുഷ്യൻ്റെ ജീവിത പ്രശ്നം പറഞ്ഞിട്ടാണ് നടക്കുന്നത്. ദേശീയ പണിമുടക്ക് ഇന്ത്യയിൽ നടക്കുമ്പോൾ ആരുടെ കൊടിയാണ് പൊങ്ങണത്? തെരുവിൽ നടക്കാൻ പോണു. ഇന്ത്യ രാജ്യത്തെ ലേബർ കോഡുകൾക്കെതിരായി ദേശീയ പ്രക്ഷോഭണം. ഞങ്ങളുടെ പോരാട്ടം. ഞങ്ങളുടെ സ്കൂള് വേറെയാന്നേ. നിങ്ങൾ വനവാസമോ പിണറായി വിജയനോ ഗോവിന്ദൻ മാഷോടോ? അത് ചോദിക്കുന്ന മാധ്യമങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് അറിയാമോ? നിങ്ങൾ ആദ്യം ഞങ്ങളുടെ പാർട്ടി എന്നാന്ന് മനസ്സിലാക്കിയത്. സ്കൂള് വേറെയാ, പാർട്ടി വേറെയാ. ഞങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യം എന്താണ്? 57-ൽ ഞങ്ങൾക്കൊരു അവസരം കിട്ടി, 67-ൽ അവസരം കിട്ടി. എന്ത് ചെയ്തു? ഭൂമിയില്ലാത്തവന് ഭൂമി, അതുപോലെ തന്നെ എല്ലാവർക്കും വിദ്യാഭ്യാസം, ഏറ്റവും ഉയർന്ന കൂലി. ഇത് 57 തുടങ്ങിയ പണി ഒരു 5 കൊല്ലം കൂടെ കഴിഞ്ഞാൽ വീടില്ലാത്തവരില്ല കേരളത്തിൽ. എല്ലാവർക്കും വീടാക്കാം, എല്ലാവർക്കും കിടപ്പാടാക്കും. 57 തുടങ്ങിയ പണിയാണ്. അതിനാ 5 കൊല്ലം കൂടെ ചോദിക്കണത്, സൂഹിക്കാനല്ല. ഞങ്ങൾക്ക് അധികാരത്തിൽ വന്നാൽ അതിദാരിദ്ര്യം ഇല്ലാതാക്കി, ഇനി ദാരിദ്ര്യം ഇല്ലാതാക്കും. അതിന് 5 കൊല്ലം കൂടെ ചോദിക്കണത്. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും ഉയർന്ന കൂലി തൊഴിലാളിക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തലപൊക്കി നിൽക്കുന്നത്. ഞങ്ങളെല്ലാം വനവാസത്തിന് പോകണോ? ഈ കാണുന്ന സ്കൂള് നന്നാക്കി, ആശുപത്രി നന്നാക്കി, ഈ കാണുന്ന റോഡുകളെല്ലാം നന്നാക്കിയിട്ട് ഞങ്ങൾ വനവാസത്തിന് പോകണോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ ചരിത്രത്തിൽ ഇന്ത്യ രാജ്യത്ത് കുടുംബശ്രീ ഉണ്ടാക്കി, സ്ത്രീ പുരുഷ തുല്യതയുടെ പുതിയ കേരളം ഉണ്ടാക്കിയിട്ട് ഞങ്ങളെല്ലാം വനവാസത്തിന് പോകണോ? VD സതീശൻ്റെയും കുഞ്ഞാലിക്കുട്ടിയുടെയും അധികാരദാഹത്തിനും അധികാരഭ്രമത്തിനും ഇവിടുത്തെ കുറേ മാധ്യമങ്ങൾ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ വനവാസത്തിന് പോകുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അതൊന്നും ഞങ്ങളുടെ നേരെ വേണ്ട. ആ ചോദ്യമൊന്നും ഞങ്ങളുടെ നേരെ വേണ്ട. പിണറായി വിജയൻ വനവാസത്തിന് പോകുമോ? അധികാരത്തോടുള്ള ആർത്തിയാണ് പിണറായി വിജയന്. അങ്ങനെയാണ് പിന്നെ അടിയന്തരാവസ്ഥ കാലത്ത് ഈ MLA പോയി ജയിലിൽ കിടന്നത്. ഞങ്ങളുടെ വെല്ലുവിളിയാണ് നിങ്ങളുടെ കാലത്ത്. ഞങ്ങളുടെ വെല്ലുവിളി പറയൂ. ഞങ്ങളുടെ സ്കൂള് വേറെയാണെന്നേ. അതെ, അധികാരമില്ലാതെ വന്നാൽ BJPയുടെ മന്ത്രിയാകാൻ പോകുന്ന, മുഖ്യമന്ത്രിയാകാൻ പോകുന്ന ഹിമന്ത ബിശ്വ ശർമ്മ പറയട്ടെ. അങ്ങോട്ട് പിടി. അധികാരമില്ലാതെ വരുന്ന കാണുമ്പോൾ ആന്റണിയുടെ മകൻ BJPയിലേക്ക് പോയി വനവാസമാണോ? അധികാരമില്ലാതെ വന്നപ്പോൾ കരുണാകരൻ്റെ മകൾ BJPയിലേക്ക് പോയി വനവാസമാണോ? കോൺഗ്രസിൻ്റെ 272 എംപിമാരായിരുന്നവർ ഇന്ന് BJPയിലുണ്ട്, വനവാസമാണോ? നിങ്ങളുടെ മുഖ്യമന്ത്രിമാരായിരുന്നവർ നിരനിരയായി BJPയിലേക്ക് പോയി വനവാസമാണോ? പാർട്ടി സെക്രട്ടറിമാർ യോഗി ആദിത്യനാഥ് സിന്ധ്യയുടെ മകൻ പറയാം, അങ്ങോട്ട് പറയാം, വനവാസമാണോ? നിങ്ങൾ പറയുന്നു കേൾക്കൂ. ബീഹാറിലെ ഞാൻ ഒന്ന് പറയട്ടെ സാർ, ചർച്ചയില് റോഡ് പണിയില്
അല്ല, താങ്കൾ ഉന്നയിച്ച ആ വെല്ലുവിളിക്ക് മറുപടിയാണ്. താങ്കൾ തന്നെയാണ് എടുത്തിട്ടത് ഈ വിഷയം. അനിൽകുമാർ അത് പൂർത്തിയാക്കും. ഈ വെല്ലുവിളിക്ക് മറുപടി വെല്ലുവിളിക്ക് പറയേണ്ടത് ഞങ്ങൾ പറയേണ്ടത് അനിൽകുമാറെ തൻ്റെ ഇടമുണ്ടെങ്കിൽ പറയണം. ഞങ്ങൾക്ക് 100 സീറ്റ് കിട്ടും, അല്ലെ ഞങ്ങൾ 100 സീറ്റ് നിലനിർത്തും. രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്റെ ഇടം പ്രദർശിപ്പിക്കലും വനവാസത്തിന് പോകാനൊക്കെ പറയുന്ന ഒരു ഫ്രേസിൽ കളിക്കേണ്ട കളിയൊന്നും അല്ല. പോട്ടെ, നിങ്ങൾക്ക് അധികാരത്തിന്റെ മത്ത് പിടിച്ച് അനിൽകുമാർ അത് പൂർത്തിയായിക്കോളൂ. നിയാസ് പറഞ്ഞത് ആവർത്തിക്കുകയാണ്. നിയാസ് പറഞ്ഞത് ആവർത്തിക്കുന്നു. അരുൺകുമാർ ക്ഷമിക്കണം, അനിൽകുമാർ അതൊന്നും പൂർത്തിയായിക്കോളൂ. നിങ്ങൾക്ക് നടക്കില്ല. യെസ് അനിൽകുമാർ അത് പൂർത്തിയാക്കുക. അതോടൊപ്പം വേറൊരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹം പറഞ്ഞത് 2024 താരതമ്യം ചെയ്ത് താങ്കൾ 2025 കുറിച്ച് വോട്ട് കൂടിയതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം താരതമ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നതും പറഞ്ഞതും 2020 2025 തമ്മിലാണ്. അതുകൂടി ഒന്ന് ചുരുക്കി ക്യുക്കായി. ഒന്ന്, നമ്മൾ പത്രത്തിൽ 3-4 ദിവസമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നത് കിട്ടുന്ന സീറ്റിൻ്റെ എണ്ണം, കിട്ടുന്ന സീറ്റിൻ്റെ എണ്ണല്ല, കിട്ടിയ സീറ്റിൻ്റെ എണ്ണത്തിൻ്റെ താരതമ്യത്തിൻ്റെ ചർച്ചയല്ല ഞാൻ പോണത്. നമ്മൾ പൊളിറ്റിക്കലാണ് ചർച്ച. പൊളിറ്റിക്കലാണ്. എന്താണ് പൊളിറ്റിക്കൽ? കേരളം എങ്ങോട്ടാന്നുള്ള ചർച്ച. ആ ചർച്ചയിൽ ഞങ്ങൾ എന്താ പറയണത്? ഞങ്ങൾ എന്തിന് വനവാസത്തിന് പോകണം? ഞങ്ങൾ വനവാസത്തിന് പോയാൽ RSS ശക്തിപ്പെടും. അതാണ് കോൺഗ്രസിൻ്റെ ആഗ്രഹം. പിണറായി വിജയൻ വനവാസത്തിന് പോയാൽ നരേന്ദ്രമോദിക്ക് സന്തോഷമാവും. ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് EDയുടെ ഒരു കേസിൽ ഉത്തരവ് വന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ കണ്ടില്ലേ? പിണറായി വിജയനെതിരായിട്ട് എന്ത് വികസനത്തിന് ഭൂമി എടുത്തപ്പോൾ കേസ്, EDയുടെ കേസ്, അത് ഞങ്ങളുടെ പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവിൻ്റെ പേരിൽ വന്ന കേസ് പോലല്ല കേട്ടോ. അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ആ കേസ് പോലല്ല കേട്ടോ. നാഷണൽ ഹെറാൾഡ് കേസ് ഏത് പൊതുവായിട്ട് കേരളത്തിന് വേണ്ടി വികസനം ഉണ്ടാക്കിയതിന് പിണറായി വിജയൻ്റെ പേരിൽ ED കേസ് സ്റ്റേ കിട്ടിയില്ലേ? ഞങ്ങൾ വനവാസത്തിന് പോകണോ? ഞങ്ങൾ വനവാസത്തിന് പോയാൽ നമ്മുടെ ആ വയനാട്ടിൽ നിങ്ങൾ ജയിച്ചല്ലോ, അവിടെ ബത്തേരിയിലാണ് ഏറ്റവും കുറവ് വോട്ട്. അവിടെ ബാക്കിയുള്ളിടത്ത് നിങ്ങൾക്ക് ലീഡുണ്ടല്ലോ. അവിടെ ഞാൻ ചോദിക്കുന്ന ചോദ്യം, ആ തുരങ്കപാത ഉണ്ടാവുമോ ഞങ്ങൾ വനവാസത്തിന് പോയാൽ? ഞങ്ങൾ വനവാസത്തിന് പോയാൽ 62 ലക്ഷം വീടുകളിൽ 2000 കൊടുക്കുമോ? ഗ്യാരണ്ടി ഉണ്ടോ? 2500 അതിന് കൊടുക്കാൻ പോണത്. 2500 ഗ്യാരണ്ടി ഉണ്ടേ പറ. നിങ്ങൾ എന്നോട് ചോദിക്കുന്നു എത്ര സീറ്റ് കിട്ടുമെന്ന്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മറുപടി എന്താണ്? ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ഇന്നത്തെ 62 ലക്ഷത്തെ വർദ്ധിപ്പിച്ച് 2500 എത്തിക്കും. ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ 35 ലക്ഷം വീട്ടമ്മമാർക്ക് 1000 രൂപ വെച്ചുള്ള പെൻഷൻ പദ്ധതി അല്ലെങ്കിൽ അവരുടെ സ്ത്രീ പദ്ധതി വീട്ടിലെത്തിക്കും. ഞങ്ങൾക്ക് അധികാരം കിട്ടിയാലേ വനവാസത്തിനല്ല പോണത്. കേരളത്തിലെ ചെറുപ്പക്കാർക്കുണ്ടല്ലോ കണക്ട് വർക്ക് പദ്ധതി അനുസരിച്ച് വിജ്ഞാന കേരളം പദ്ധതിയിൽ ജോലി കുടിശ്ശികയൊന്നുമില്ല. നിയാസെ കുടിശ്ശിക കൊടുക്കൂ, കുടിശ്ശിക ഞങ്ങള് വനവാസത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ക്ഷേമ പെൻഷനോ? നടപ്പാക്കുകയാണ്. ക്ഷേമ പെൻഷനോ? അതെ, 3 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക. ഏതിനാ കുടിശ്ശിക? ഏതിനാ കുടിശ്ശിക? ഏതിന് കുടിശ്ശിക? 2200 കോടി രൂപ കേരളത്തിലെ തൊഴിലാളികൾ അധ്വാനിച്ചുണ്ടാക്കിയ അവരുടെ പണം അവർക്ക് ഉണ്ടാക്കിയ ക്ഷേമനിധിയിൽ നിന്നും കട്ടുകൊണ്ടുപോയിരിക്കുക നിങ്ങൾ. സർ, 3 മാസത്തെ കുടിശ്ശിക ഏതാണ്? നിയാസ് ആധികാരികമായി പറഞ്ഞു 3 മാസത്തെ കുടിശ്ശികയുണ്ട്. ഏതാണ് ആ കുടിശ്ശിക? ചോദ്യം അതാണ്. ഏതാണ് ആ 3 മാസത്തെ കുടിശ്ശിക? ഞാൻ പറഞ്ഞതാ, കേരളത്തിലെ തൊഴിലാളി ക്ഷേമ ബോർഡുകളിൽ നിന്നും 2200 കോടി രൂപ നിങ്ങൾ കട്ടുപോയിരിക്കുക. 3 മാസത്തെ കുടിശ്ശിക പെൻഷൻ കൊടുക്കാൻ പറഞ്ഞല്ലോ. അവരുടെ ആളുകൾ കേക്ക് ഞാൻ ഇത് പറയട്ടെ. അല്ല, ഇത് താങ്കളാണ് പറഞ്ഞത് 3 മാസത്തെ കുടിശ്ശിക. പറയട്ടെ, ഇത് കൂടി പറ. മറ്റത് പറഞ്ഞല്ലോ. എന്ത് പറയട്ടെ? മറുപടി പറയട്ടെ. ഈ 3 മാസത്തെ കുടിശ്ശിക ഏതാ? 2200 കോടി രൂപ. ഏതാണ് 3 മാസത്തെ കുടിശ്ശിക? പറയട്ടെ, കേരളത്തിലെ തൊഴിലാളി ക്ഷേമ നിധികളിൽ നിന്നും അവർ അധ്വാനിച്ച പണം ഒരു നയാ പൈസ പിണറായി വിജയന്റേതില്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തിൻ്റെതില്ല. അവരുടെ ക്ഷേമത്തിന് 2200 കോടി രൂപ മാറ്റിയിരിക്കുക. അവർക്ക് പെൻഷൻ കിട്ടുന്നില്ല. 19 മാസമായി
കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ അപ്പോൾ 3 മാസത്തെ കേസ് വേറെ ഇല്ല. 16 മാസമായി ചുമട്ട് 3 മാസത്തെ കേസ് വേറെ ഇല്ല. 16 മാസമായി 3 മാസത്തെ 16 സോറി താങ്കൾ പറഞ്ഞത് ആവർത്തിച്ചുകൊണ്ടിരിക്കല്ലേ? എന്ത് വെപ്രാളം നിങ്ങളൊക്കെ തന്നെയല്ലേ സംസാരിക്കുന്നത്? ഇതിന് ഉത്തരം പറയണം ശ്രീ നിയാസ്, ഇതിന് ഉത്തരം പറയണം. താങ്കൾ പറഞ്ഞു 3 മാസത്തെ കുടിശ്ശിക, അതറിയാൻ താല്പര്യമുണ്ട്. ഏതാണ് 16 മാസമായി ചുമട്ട് തൊഴിലാളികളുടെ ക്ഷേമനിധിയിൽ നിന്നും അവർക്ക് അത് മനസ്സിലായി, ആവർത്തിക്കണ്ട, ക്ലിയർ ആണ്, മനസ്സിലായി താങ്കൾ പറഞ്ഞത്. അവർ അധ്വാനിച്ചതാണ്, മനസ്സിലായെന്നേ, അത് മനസ്സിലായെന്ന്. ഈ 3 മാസത്തെ ഏതാണ്? 3 മാസത്തെ കുടിശ്ശിക ഏതാണ്? അതൊന്ന് പറയും. 3 മാസത്തെ കുടിശ്ശിക ഏതാണ്? 3 മാസത്തെ കുടിശ്ശിക ഏതാണ്? സോറി, അത് പറഞ്ഞത് ആവർത്തിച്ചതുകൊണ്ട് എന്ത് കാര്യം? എനിക്ക് അപ്പുറത്തെ പദ്ധതികളിലേക്ക് പോകാം. യെസ്, ശ്രീ അനിൽകുമാർ. അപ്പോഴും ശ്രീ നിയാസ്, ഞാൻ അനിൽകുമാറിലേക്കാണ് വരുന്നത്. ശ്രീ നിയാസ് ആദ്യം പറഞ്ഞു 3 മാസത്തെ കുടിശ്ശികയുണ്ട്. സ്വാഭാവികമായും അത് ഏതാണ് കുടിശ്ശിക എന്നറിയാൻ ആഗ്രഹിച്ചു. അദ്ദേഹം അത് പിന്നീട് മിണ്ടിയിട്ടില്ല. പകരം ക്ഷേമനിധി കുടിശ്ശിക, അത് യാഥാർത്ഥ്യവുമാണ്. ശ്രീ അനിൽകുമാർ. അതെ, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ കുടിശ്ശികയുണ്ട് എന്ന കാര്യം സത്യസത്യമായി പറയുന്നു. അത് ഗവൺമെൻറ് ഏറ്റുപറഞ്ഞു എന്ന് മാത്രമല്ല, 1086 കോടി രൂപയുടെ വായ്പ എടുത്ത് ആ മുഴുവൻ കുടിശ്ശികയും തീർക്കുന്നതിന് വേണ്ടി സർക്കാർ ഗ്യാരണ്ടി തന്നിരിക്കുകയാണ്. എന്താ പ്രശ്നം? നിർമ്മാണ തൊഴിലാളികൾക്ക് ക്ഷേമനിധി, കെട്ടിട നിർമ്മാണത്തിന്റെ ക്ഷേമനിധി കൊടുക്കണമെന്നുണ്ടെങ്കിൽ പറയട്ടെ, ദയവായി ഒന്ന് കേൾക്കൂ. അദ്ദേഹം പറയട്ടെ, താങ്കൾ പറഞ്ഞതല്ലോ, ആ ആർഗ്യുമെന്റ് വെച്ചല്ലോ. അവരുടെ മറുപടി അത് കുടിശ്ശികയായതിന് കാരണം എന്താണ്? അത് പിരിക്കേണ്ടിയിരുന്ന പഞ്ചായത്താണ്. അതിന് പകരം അത് ലേബർ ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിച്ചു. അതിനുള്ള എൻഫോഴ്സ്മെന്റ് സംവിധാനം അവിടെ ഇല്ല, അത് പൊളിഞ്ഞു. ഈ പശ്ചാത്തലത്തിലാണ് പഞ്ചായത്തുകളെ അത് ഏൽപ്പിച്ചത്. ഏൽപ്പിച്ചതോടുകൂടി പണം വരാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ കുടിശ്ശിക തീർക്കാൻ വായ്പ എടുത്ത് ഒറ്റത്തവണയായിട്ട് തീർക്കുകയാണ്. ഇപ്പോൾ ഈ ഡിസംബർ മാസത്തിൽ തന്നെ ഇപ്പോൾ ക്രിസ്മസിന് ഒരെണ്ണം കിട്ടും, 2 ഇപ്പോൾ കൊടുത്തു. മുഴുവൻ കുടിശ്ശികയും തീർക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വനവാസത്തിന് പോയാൽ സന്തോഷിക്കുന്ന ആരാന്നറിയോ? ഇവിടുത്തെ ഏറ്റവും വലിയ സന്തോഷിക്കുന്ന ആരാന്നറിയോ? ഞങ്ങൾ വനവാസത്തിന് പോയാൽ സന്തോഷിക്കുന്ന RSS ആണ്. ശരി, അത് നേരത്തെ പറഞ്ഞതാണ് ശ്രീ അനിൽകുമാർ പറഞ്ഞതാണ്. അല്ല, പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷം ഒരു വർഗീയ കലാപവും ഇല്ല. ഒരു വർഗീയ കലാപവും കേരളത്തിലില്ല. വർഗീയ കലാപം നടത്താൻ ആഗ്രഹിക്കുന്ന വർഗീയ ശക്തികൾക്ക് പിണറായി വിജയൻ വനവാസത്തിന് പോകണം. സൗകര്യപ്പെടില്ല, ഇടതുപക്ഷത്തിന് സൗകര്യമില്ല. ഇതാണ് മറുപടി.